5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ കടൽ നന്നായി കറക്കുന്നു. കടൽ കറക്കുന്നതിനെ സംബന്ധിച്ച് വലിയ പഠനങ്ങളാണ് നമ്മുടെ ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കടലിൻ്റെ 50 കിലോമീറ്ററിന് താഴെ ഉള്ള സ്ഥലത്ത് സൂര്യപ്രകാശം പോകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ വളരെ ഡെപ്തിലേക്ക് പോകണം, സൂര്യപ്രകാശം പോകണം, എങ്കിൽ മാത്രമേ ഫോട്ടോ സിന്തസിസ് ആക്ടിവിറ്റി, പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ സസ്യങ്ങളിലായാലും മരങ്ങളിലായാലും വൃക്ഷങ്ങളിലായാലും അതുപോലെ തന്നെ ജീവികളിലായാലും ഒക്കെ പ്രകാശ സംശ്ലേഷണ പ്രോസസ്സ് നടക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ ഹരിതകം ഉൽപ്പാദിപ്പിക്കുകയും അതിനനുസരിച്ചുള്ള അന്നവും ആഹാരവും ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി നടക്കണം. പക്ഷേ അത് നടക്കുന്നില്ല. അതിന് കാരണം കടലിൽ 50 കിലോമീറ്ററിന് താഴെ, മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ 50 കിലോമീറ്ററിന് താഴോട്ട് സൂര്യപ്രകാശവും ചൂടും പോകുന്നില്ല. അതുകൊണ്ട് ധാരാളം പ്ലാങ്ക്ടൻസ് ഉണ്ടാകുന്നു, കടലിൽ പ്ലവകങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല 2003 മുതൽ 2023 വരെ 20 വർഷക്കാലത്തെ പഠനത്തിലൂടെ പ്ലൈമൗത്ത് യൂണിവേഴ്സിറ്റിയും പ്ലൈമൗത്ത് മറൈൻ ലബോറട്ടറിയുടെയും പഠനത്തിലാണ് ഇങ്ങനെ ഒരു വിവരം വന്നിട്ടുള്ളത്. ഗ്ലോബൽ ചേഞ്ച് ബയോളജി എന്ന് പറയുന്ന ആഗോള ജൈവശാസ്ത്ര വ്യതിയാനം അല്ലെങ്കിൽ മാറ്റം എന്ന ഒരു ജേണലിൽ, ഗ്ലോബൽ ചേഞ്ച് ബയോളജി എന്ന ജേണലിൽ ഒരു ലേഖനം വന്നു. ആ ലേഖനം ഇപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിലാണ് പ്രസിദ്ധീകരിച്ച് വന്നത്. ആ ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് ഈ സർവകലാശാലയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ പ്ലമൗത്ത് മറൈൻ സർവകലാശാലയും പ്ലമൗത്ത് മറൈൻ ലൈബ്രറിയും കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ അവരുടെ പഠന ഗവേഷണ ഫലം നമ്മുടെ കടലിൽ, പ്രത്യേകിച്ച് 71 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ നടത്തിയ പഠനത്തിൻ്റെ ഫലമായി വല്ലാത്ത തോതിലാണ് കടലിൽ ഈ കറുത്ത് കിടക്കുന്നത്. ഈ കറുത്ത് കിടക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഫോർട്ടിക് സോൺ മാറ്റം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതായത് കടലിലേക്കുള്ള കടലിൻ്റെ ഫോർട്ടിക് സോണിൽ മാറ്റം ഉണ്ടാകുന്നു, ഫോർട്ടിക് സോണിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 മീറ്ററിന് താഴെ പ്രകാശം കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണവും നടക്കുന്നില്ല. അതിനുള്ള കാരണം എന്തെന്ന് അന്വേഷിക്കുകയാണ്. നമുക്ക് നോർമലായി സാധാരണയായി പറയാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കരയിൽ നിന്നും എല്ലാ നദികളും, മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം നദികളും പുഴകളുമെല്ലാം അവസാനിക്കുന്നത് കടലിലേക്കാണ്. കരയിൽ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ആയാലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആയാലും മാലിന്യങ്ങളായാലും ഇവയെല്ലാം നല്ലൊരു ഭാഗവും ഒഴുകി ജലസ്രോതസ്സുകളിലൂടെ കടലിൽ എത്താറുണ്ട്. കുറേയൊക്കെ മത്സ്യസമ്പത്തിന് ആഹാരമാണ്. പക്ഷേ പ്ലാസ്റ്റിക് പോലുള്ളവ ഒരു കാരണവശാലും അത് മത്സ്യസമ്പത്തിന് ഹാംഫുൾ ആണെന്നല്ലാതെ ഗുണകരമല്ല. അത് മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ രൂപത്തിലേക്കൊക്കെ മാറി വലിയ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. രണ്ടാമത് വലിയ രാജ്യങ്ങൾ, നമ്മുടെ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന അമേരിക്ക പോലുള്ള G7 രാജ്യങ്ങളാകട്ടെ, വലിയ രാജ്യങ്ങളാകട്ടെ, അവർ ആഴക്കടലുകളിൽ മറൈൻ വേസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിൽ ധാരാളം വേസ്റ്റ് കൊണ്ടുവന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റ് വേസ്റ്റുകളും കടലിൽ ഡംപ് ചെയ്യുന്നതായി പഠനങ്ങളുണ്ട്. അതുപോലെ തന്നെ കരയിൽ നിന്ന് ഭൂഗർഭത്തിനടിയിലൂടെ വേസ്റ്റുകളെ ദ്രാവക രൂപത്തിലാക്കി അത് പമ്പ് ചെയ്യുന്ന രീതിയും കണ്ടുവരുന്നു. അപ്പോൾ വളരെ വ്യത്യസ്തമായി മനുഷ്യൻ്റെ ഉപഭോഗത്തിന് 800 കോടി ആളുകൾക്ക് 80,000 കോടി ഉപഭോഗം എന്ന് പറയുന്നൊരു രീതിയുണ്ട്. നമ്മുടെ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതശൈലി കൊണ്ട് മരങ്ങൾ മുറിക്കുന്നു, വ്യാപകമായി കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു, ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു. അങ്ങനെ വളരെ വലിയ തോതിലുള്ള ജീവിതശൈലിയാണ് നമ്മൾ കരയിൽ അനുവർത്തിക്കുന്നത്. ഇതിൻ്റെ കൂടെയൊക്കെ ഫലമായി കടലിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൈകാര്യം ചെയ്തിട്ടുണ്ട്. വലിയ മാലിന്യമാണ് നമ്മൾ കടലിലേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ കടത്തിവിടുന്നതിൻ്റെ ഫലമായി പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെ 2050 ആകുമ്പോൾ കടലിൽ 50% പ്ലാസ്റ്റിക് കൂടി വരും. അതായത് 100 ടൺ വസ്തുക്കൾ എടുത്താൽ അതിൽ 50 ടണ്ണും പ്ലാസ്റ്റിക് ആയിരിക്കും എന്നുള്ള പഠനങ്ങൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. കേരളത്തിൽ നല്ല തോതിൽ മത്തി, ചാള, മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തൊക്കെ ഞാനൊക്കെ നേരത്തെ എർത്ത് സയൻസ് സ്റ്റഡീസിൽ വർക്ക് ചെയ്യുമ്പോൾ സർവേക്ക് പോകാറുണ്ട്. പഠനങ്ങൾക്ക് പോകുമ്പോൾ മലപ്പുറം ഭാഗത്തോ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്ത് ഞാൻ ധാരാളം പോയിട്ടുണ്ട്. പോകുമ്പോൾ തീർച്ചയായും രാവിലെ മിക്ക കടകളിലും ദോശയോ അല്ലെങ്കിൽ ബറോട്ടയോ അതിൻ്റെ കൂടെ മത്തിക്കറിയാണ് തരുന്നത്. മത്തിക്കറി ഫ്രീ ആണ്, കഷ്ണം വരെ ഫ്രീ ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ അതിന് പൈസ മേടിക്കും. അത് ഫ്രീ ആയിട്ട് തരുന്നതാണ്. പക്ഷേ ആ മത്തി ഇപ്പോൾ കേരളത്തിൽ കുറഞ്ഞു വന്നു. അത് മലബാർ തീരത്ത് നിന്ന് തിരുവനന്തപുരം തീരത്തേക്ക്, കടൽ തീരത്തേക്ക് വന്നു. ചൂട് കാരണം ഇവിടെ നിന്നും പോയി തമിഴ്നാട് തീരം, ഗോവ തീരം, കർണാടക തീരമൊക്കെ വഴി പല സ്ഥലങ്ങളിലേക്ക് അത് പോയി. അവസാനം അതിപ്പോൾ ഗുജറാത്ത് തീരം കഴിഞ്ഞ് ഇന്ത്യൻ കടൽ തീരം കടന്നു പോകുന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. മത്തിയുടെ വലിപ്പം, അതിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ചില സീസണിൽ വളരെ കൂടുതലുണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ ഭാരത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ മത്തി എന്ന് പറയുന്ന ചാള എന്ന് പറയുന്ന മത്സ്യം തന്നെ അപൂർവമായി മാറിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ
മത്സ്യങ്ങൾ അതുപോലെ മൈക്രോ പ്ലാസ്റ്റിക് മത്സ്യങ്ങളുടെ വയറ്റിൽ കാണുന്നു എന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇപ്പോഴത്തെ പഠനം കൂടി ആകുമ്പോൾ നമുക്ക് വലിയ ഭീഷണിയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാനിത് പറയാൻ കാരണം നമുക്ക് ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ, ജീവിക്കാനും മരിക്കാനും കൊല്ലാനും ജീവിപ്പിക്കാനും എല്ലാം. അതിൽ വളരെ പ്രധാനപ്പെട്ട 25% നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്ന, നമുക്ക് ആവശ്യമുള്ള 75% ഓക്സിജൻ നൽകുന്ന വലിയൊരു ആവാസ വ്യവസ്ഥയാണ് കടൽ. കടലമ്മ ചതിക്കില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കടലമ്മ ചതിക്കില്ല, മനുഷ്യർ കടലമ്മയെ ചതിക്കുകയാണ്. കടലിനെയും നമ്മൾ വെറുതെ വിടുന്നില്ല. നമ്മുടെ മാലിന്യത്തിൻ്റെ കൂമ്പാരം വാങ്ങുന്ന മാലിന്യവാഹിനികളായി, അത് കപ്പലിൻ്റെ ആകട്ടെ, ബോട്ടുകളുടെ ആവട്ടെ, യന്ത്രബോട്ടുകളുടെ ആകട്ടെ, അവശിഷ്ടങ്ങളും ഓയിലും എണ്ണയും എല്ലാം വാങ്ങുന്ന, വാതകങ്ങൾ ഏറ്റുവാങ്ങുന്ന, ഞാൻ ഈ പറയുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യങ്ങളും ഏറ്റുവാങ്ങുന്ന ഒരു മാലിന്യവാഹിനിയായി, വിഷപ്രദേശമായി കടൽ മാറുമ്പോൾ ഈ പറഞ്ഞ പോലെ പഠനങ്ങൾക്ക് പ്രസക്തിയേറുന്നു. 50 കിലോമീറ്റർ താഴെ സൂര്യപ്രകാശം പോകുന്നില്ല, ധാരാളമായി പ്ലവഹങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, പുതിയ ജീവികൾ ഉണ്ടാകുന്നില്ല, ജീവികൾക്ക് വംശനാശം ഉണ്ടാകുന്നു. ചെറിയ ജീവികൾ നശിക്കുന്നതിനനുസരിച്ച് വലിയ ജീവികൾക്ക് ആഹാരം ഇല്ലാതെ വരുന്നു. വലിയ ജീവികളുടെ ജീവ ശൃംഖല മൊത്തത്തിൽ ഇല്ലാതാകുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്ക് കരയെപ്പോലെ തന്നെ കടലിനെയും സംരക്ഷിക്കാം. കടൽ സംരക്ഷിക്കണമെങ്കിൽ ആദ്യം സംരക്ഷിക്കേണ്ടത് കരയെ തന്നെയാണ്.